guys. So welcome back. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ സ്പെഷ്യലാണ്. സൺഡേ സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ്. സൺഡേ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ്. ഓക്കെ, ഇന്ന് മാക്സിമം വിഷയം കവർ ചെയ്യാം. കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്തെടുക്കാം. സോ ഉറക്കം എഴുതിയുള്ളൂ, പല്ലൊക്കെ തേച്ചിട്ടൊന്നും വീഡിയോ എടുക്കും. അങ്ങനെ വെച്ച് ചായ കുടിച്ച കാപ്പി കുടിക്കണം. നമ്മുടെ മുകളിൽ ചെറിയ പരിപാടിയുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, വിശേഷമായിട്ട് വരാം. ഞാൻ ഇതിന് മുമ്പ് ഒരു ഡേ മൈ ലൈഫ് എടുത്തായിരുന്നു, ഫുഡിൻ്റെ വിഭവം എടുത്തായിരുന്നു. രണ്ടും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് ഒരു വിഷയം കട്ടായി എഡിറ്റ് ചെയ്തതിന് ശേഷം വിഷയം കട്ടായി പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്ന് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഒന്ന് പിന്നെ വീഡിയോ ഇത് ഇട്ടപ്പോൾ എടുത്തപ്പോൾ വീഡിയോ ക്ലാരിറ്റി ഇല്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ. പിന്നെ വീഡിയോ ക്ലാരിറ്റി ഇല്ല വേറെ കാര്യം, അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഈ വീഡിയോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല. അപ്പം നല്ല വീഡിയോ ആണ്, നല്ല കുഴപ്പമൊന്നുമില്ല. ഈ വീഡിയോ എന്തായാലും വരും. ഏറ്റവും വിഷയങ്ങളുണ്ട്, എനിക്ക് പെട്ടെന്ന് തീരുന്നുണ്ട്. അതിൻ്റെ വിഷയങ്ങളുണ്ട്, നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് നോക്കാം. സോ നമുക്ക് റെഡിയായിട്ട് കിടക്കാം. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട്, പയർ, പപ്പടമാണ്. ബട്ട് ഞാൻ പുട്ട് തിന്നത്തില്ല, അതുകൊണ്ട് നമുക്ക് ദോശ ചൂടാം. സോ നമ്മൾ കറിയും കാര്യങ്ങളൊക്കെ കലങ്ങടമാണ്. ദോശ ഉണ്ട്, ഒരു ബുൾസ് അടിക്കണം, പിന്നെ എൻ്റെ ഒരു സാധനമുണ്ട്, ചമ്മന്തി ഉണ്ട്, തേങ്ങ ഉണ്ട്. ഓക്കെ, ഉണ്ടാക്കിയിട്ട് കാണാം. സോ ഗൈസ്, ഫുഡ് റെഡിയായി. നമ്മളെ ദോശ, പിന്നെ മറ്റേ ചമ്മന്തി, ഓംപ്ലേറ്റ്, പിന്നെ ബുൾസ് അടിക്കണമൊക്കെയാണ്. തരന്തരായി നമ്മളെ ചായ, പപ്പടം. ഓക്കെ, ഇത്രയാണ് നമ്മളെ ഫുഡ്. പിന്നെ ഉപ്പും മുളകും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പരസ്യം, ഞാനിട്ടിട്ടുണ്ട്. കഴിക്കാം. ദോശയും ചമ്മന്തിയും കൊണ്ട് വെച്ചിട്ട് മുട്ടയും കൂടെ അങ്ങനെ വെച്ചിട്ട് പപ്പടം കഴിച്ചിട്ടാണ്. സോ ഗൈസ്, കുറച്ച് ജോലിയുണ്ട്. ബാക്കി കാണുന്നുണ്ട് ഈ പുല്ലി, ഇത് ഫുള്ളും വെട്ടണം. ജമ്മു കുറേ ഉണ്ട്, ഇത് വെട്ടണം. അപ്പുറത്തെന്താ, അപ്പുറത്ത് കുറച്ച് പുല്ലുണ്ട് ബാക്ക് വശത്തായിട്ട്, പിന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് വെട്ടണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഓക്കെ, പരിപാടി തുടങ്ങാം. പിന്നെ ഇവിടെ കണ്ട കൂട്, മുമ്പ് പ്രാവ് വളർത്തില്ലായിരുന്നു, അപ്പം ഇഷ്ടംപോലെ പ്രാവ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫുള്ളും കൂടുകളാണ്. നമ്മൾ മുകളിലാണ് വളർത്തിരുന്നത്, അവിടെ എല്ലാം പൊളിച്ചവിടെ കൊണ്ടിട്ടിരിക്കണമെന്ന് പറഞ്ഞു. 50 ഇത്ര പ്രാവ് ഉണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടുകൂടി ഇട്ടിരിക്കുക. പ്രാവപ്പം ഒന്നുമില്ല, എല്ലാം. പിന്നെ മുകളിലൊരു ഡോർ സെറ്റ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ പരിപാടി നോക്കാം ഫസ്റ്റ്. സോ ഗൈസ്, അത്യാവശ്യം ക്ലിയറാക്കി. ഈ ഒരു
സ്ഥലം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഉള്ളി ശ്വാസം മുട്ടണം. അടുത്ത പരിപാടി നോക്കാം. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ബീഫാണ് കഴിക്കാൻ. സോ ഇന്ന് റെസ്റ്റാണ്. ഉച്ചത്തൊക്കെ ഫുഡ് ബീഫ് പോയി അടിയടിക്കാനുണ്ട്. ഓ പട്ടി കയറാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു ഡോറ് പോലത്തെ സാധനം എത്തിയാണ്. ഇപ്പം പട്ടി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൽ പട്ടി കണ്ടാൽ കടിക്കാൻ വരികയും ചെയ്യത്. സോ നോക്കാം. ഓക്കെ, ഈ ഡോറ് വീട്ടിനകത്തല്ലേ കിടക്കണമെന്നൊക്കെ അറിയാം. ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനൊന്ന് അടിച്ചിളക്കിയില്ല. സോ ഈ ഡോർ മൊത്തം എടുത്തിട്ട് പോകേണ്ടി വരും. അതിനുള്ള പറയാൻ പറ്റും. പിന്നെ കയറ് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഒരു ഊഞ്ഞാലി കിട്ടാൻ പാകം. ഓക്കെ, അത് വൈബായിട്ടിരുന്ന അവിടെ പൊട്ടി വീണ കുണ്ടി ഇടിച്ച് കയറി കിടക്കും. പിന്നെ ഇതെല്ലാം എടുത്തിട്ട് പോയിട്ട് ഞാൻ എടുക്കാം വീട്ടിൽ. ഗൈസ്, അപ്പം നമ്മൾ ഇവിടുത്തെ ഡോർ നേരെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ശനി അവർ ഞായർ വമ്പിച്ചൊരു ട്രിപ്പുണ്ട് ഗൈസ്. 4-5 മണിക്കൂർ യാത്ര തുടരേണ്ട ഒരു ട്രിപ്പ്. തമിഴ്നാട് ഈ പോണ്ടിച്ചേരി എന്നൊക്കെ പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ശനിയാഴ്ച ഇപ്പോൾ കോളം നേരം അന്ന് നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോയാൽ അതേ വീട്ടിലുള്ള അതേ കൊച്ചിന് തന്നെ ഈ മുട്ടയടി അതേപോലെ തന്നെ കാതുകുത്തൽ അങ്ങനത്തെ ചടങ്ങാണ്. അപ്പോൾ ഇവർ ഈ പോണ്ടിച്ചേരി ആ ഭാഗത്തോട്ടാണ് പോകേണ്ടത്. നമ്മൾ ഈ സിംഗം മൂവി ഷൂട്ട് ചെയ്ത ആ ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ സസ്പെൻസ് ഒന്നുമില്ല. അതേപോലെ തന്നെ അങ്ങോട്ട് പോകണ വിശേഷങ്ങളൊക്കെ പൊളിക്കും കേസ്. അപ്പോൾ നമ്മളടുത്ത് അവിടെ നിന്ന് ഞായറാഴ്ച രാവിലെ വെളുപ്പിൽ ഇറങ്ങുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വലിയ ടൂറിസ്റ്റ് ബസ്സായിരിക്കും പോകണേ, കാരണം കുടുംബക്കാരെയാണ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും പോണേ. നമ്മളടുത്ത് അത് തലേ ദിവസം എത്താൻ പറഞ്ഞു. അപ്പോൾ അച്ഛനമ്മ ജോലിക്ക് പോയിട്ടായിരിക്കും പോകാൻ ഉദ്ദേശിക്കുന്നത്. അതപ്പോൾ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ തമിഴ്നാട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ. ഓക്കെ, ആ ചേട്ടൻ നേരത്തെ പോകാമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അന്ന് വന്നപ്പോഴേ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി കാണും, അതൊന്ന് വിളിക്കും. അപ്പോൾ പറഞ്ഞാണ്. അപ്പം ഈ നന്ദിചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എപ്പോഴാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യും. നന്ദിചേട്ടൻ രാവിലെ പോകാമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങും ആയിട്ട് അവിടെ നിന്ന് പൊളിക്കും കേസ്. അടുത്ത ദിവസം ഞായർ വമ്പിച്ച ട്രിപ്പാണ്. ഒരു 4-5 മണിക്കൂർ യാത്ര ബസ്സിലിരുന്നേനും പോകാണ്ടിയുണ്ട്. അത് കഴിഞ്ഞ് അവിടെ എത്തും. അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിയും. വെളുപ്പിലായി പോകണമെങ്കിൽ തന്നെ ഒരു 10 മണിക്കകത്ത് നമ്മളവിടെ എത്തും. സോ 10 മണിക്ക് എത്തിയിട്ട് അവിടുത്തെ പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞ് ഉടനെ ഇറങ്ങുമായിരിക്കും. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഉടനെ തന്നെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്ന് രാത്രി നമ്മൾ ആ ഒരു സ്പോട്ടിലെത്തും. ഓക്കെ, ആ സ്പോട്ടിൽ എത്തിയിട്ട് തിരിച്ച് ഇവിടെ എത്തണം എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. സോ നമുക്കിനി താഴോട്ട് പോകാം. ഈ വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വിചാരിച്ചെടുത്താണ്. ലെങ്ത്ത് കൂടുതലാണ്. അപ്പം വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഔട്ടറൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാം. നമ്മൾ താഴെ പോയിട്ട് നമ്മൾ അവിടെ അടിച്ചു വെച്ച ഡോറും കാര്യങ്ങളും കാണാം. അപ്പോൾ ഇവിടെ ഊഞ്ഞാൽ കെട്ടാൻ നോക്കിയിട്ട് കയറ് കാണുന്നില്ല. ഞാൻ തപ്പാണ്ടടുത്ത് എല്ലായിടത്തും തപ്പി കയറ് കാണില്ല. സോ നമ്മൾ താഴെ പോയി നമ്മൾ ഡോർ കാണാം. സോ സ്റ്റെപ്പ് ഇറങ്ങുക. ഇരിക്കും നമ്മുടെ ഡോർ. നമ്മുടെ ഡോർ തട്ടിക്കൂട്ടി അടിച്ചാണ്.
നല്ലതാണ്. സോ നമ്മുടെ ബീഫ് മണി സോ നമ്മൾ അവിടെ എല്ലാം ഇടുക്കി നോക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ചാക്കാട്ടും തപ്പിയപ്പോൾ കിട്ടിയതാണ്. മനസ്സിലായി എൻ്റെ പണ്ടത് നോക്കിയാണ്. ഇതൊന്ന് ഇറച്ചി നൈസായിട്ട് ഇതുകൊണ്ട് അസ്ലം വൈകി പിന്നെ നമ്മൾ പണ്ടത്തെ ബോർഡ് ഈ പഞ്ചം മോഡിഫൈ ചെയ്യണം. അതേപോലെ തന്നെ കുറച്ച് പെയിൻറ്റ് ബ്രഷ്, അതേപോലെ തന്നെ പെയിൻറ്റിങ് ഇതൊക്കെ കിട്ടിയായിരുന്നു. ഞാൻ കുറച്ച് മോഡിഫൈ ചെയ്യായിരുന്നു. പിന്നെ തടിയിലുണ്ടാക്കിയതാണ് അതൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് അത്യാവശ്യം നീറ്റാക്കി നമുക്ക് പെയിൻറ്റ് അടിച്ചിട്ട് ഫ്രെയിം ആക്കിയെടുക്കാം. നമുക്ക് നമ്മൾ മറ്റേ സംഭവം കാണിച്ചു തരാം. അടിച്ച് വെച്ച് കാണിച്ചു തരാം. സോ ഇനി മുതൽ പട്ടി നമ്മളെ ഈ ഒരു പുതിയ വീടിനകത്ത് കയറത്തില്ല ഗൈസ്. സോ ഇത് നമ്മളെ വീടല്ല, വാടക വീടാണ്. ആ വാടക വീടിൻ്റെ ഓണർ വയ്ക്കുന്ന പുതിയൊരു വീടാണ് ഇതിൻ്റെ മേളിൽ. സോ നമുക്ക് ഇത് യാതൊരു ബന്ധമില്ല. ബട്ട് നമ്മൾ തുണി നനയ്ക്കാനൊക്കെ വരുമ്പം പട്ടി ഭയങ്കര ശല്യമാണ്, കടിക്കാനൊക്കെ പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കണം. സോ ഇനി കഴിക്കണ കൂടെ ഉള്ളൂ. കഴിച്ചിട്ട് നേരെ വൈൻഡപ്പ് ചെയ്യാം. ബീഫ് 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 ഇത്രയുള്ള വീഡിയോ. ഈ വീഡിയോ വേണ്ടിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചിരിക്കുക. എന്നാൽ മാത്രം ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അതേപോലെ തന്നെ എല്ലാവർക്കും നല്ലത് പറയാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മനി സൈനിങ് ഔട്ട്. ബൈ. ശുഭദിനം.